അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എൻഡമോളജി സിലബസിലെ ഒരു ചെറിയൊരു ഭാഗമാണ് ഇൻസെക്ട് മോർഫോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ഭാഗത്തിലൂടെ കവർ ചെയ്യാൻ പോകുന്നത് ഹെഡ്, മൗത്ത്, ആന്റിനയിലേക്ക് ഒരു ഇൻസെക്റ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പെടുന്ന 4 ബോഡി പാർട്ടാണ്. അതിൻ്റെ ലെഗും, ഹെഡും, മൗത്ത് പാർട്ടും, ആന്റിനയൊക്കെ. നമ്മൾ അതിനെ പറ്റിയിട്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എല്ലാത്തിനും എക്സാമ്പിൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഈ ഭാഗം നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിട്ട് മാത്രം എക്സാം ഹാളിലേക്ക് കയറുക. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇൻസെക്ട് മോർഫോളജി എന്ന് പറയുന്നത് അറിയാം, ഇൻസെക്റ്റിന്റെ ബോഡി പാർട്ട് അല്ലേ. ഒരു ഇൻസെക്റ്റിന്റെ മോർഫോളജി തന്നെ വരുമ്പോൾ ഇൻസെക്റ്റിന്റെ ബോഡിയും അതിന്റെ പാർട്സും അതുപോലെ തന്നെ അതിന്റെ എന്താണ് ബോഡി വാളും എല്ലാം ആ മോർഫോളജിയിൽ വരും. അപ്പൊ എന്താണ് ആദ്യം ഇൻസെക്ട് മോർഫോളജി നോക്കുക അല്ലേ. അപ്പം നമ്മൾ ഒരു ഇൻസെക്ട് എടുത്തിട്ട് ആ ഇൻസെക്റ്റിന്റെ ബോഡിയെ പറയുന്ന പേരാണ് ഇന്റഗുമെന്റ് അഥവാ എക്സോസ്കെൽട്ടൺ എന്ന് അറിയപ്പെടുന്നു. എന്താണ് ഇൻസെക്റ്റിന്റെ ബോഡി അറിയപ്പെടുന്നത്? ഇൻസെക്റ്റിന്റെ ബോഡി അറിയപ്പെടുന്നതാണ് ഇന്റഗുമെന്റ് അല്ലെങ്കിൽ എക്സോസ്കെൽട്ടൺ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഒരു ഇൻസെക്റ്റിന്റെ ബോഡിക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും അല്ലേ, അവർക്ക് അതുപോലെ തന്നെ റിജിഡ് ആയിരിക്കും, ബോഡി ഫ്ലെക്സിബിൾ ആയിരിക്കും, അതുപോലെ നല്ല സ്ട്രോങ്ങും ആയിരിക്കും അവരുടെ ബോഡി വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഇന്റഗ്യുമെന്റ് നമ്മൾ പറഞ്ഞില്ലേ, ബോഡി വാളിനെയാണ് നമ്മൾ ഇന്റഗ്യുമെന്റ് പറഞ്ഞില്ലേ. ഈ ബോഡി വാളിന് മെയിനായിട്ട് 3 ലെയേഴ്സ് ആണ് ഉള്ളത്. ഏതാണ് 3 ലെയേഴ്സ്? അപ്പം ഇന്റഗ്യുമെന്റിന് എത്ര ലെയർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ലെയേഴ്സ് ആണ് ഉള്ളത്. ഒന്നാമത്തെയാണ് ക്യൂട്ടിക്കൽ, എപ്പിഡെർമിസ്, അതുപോലെ ബേസ്മെന്റ് മെംബ്രെയിൻ. ഈ 3 ലെയേഴ്സ് ആണ് ഇൻസെക്റ്റിന്റെ ഇന്റഗ്യുമെന്റ്, ഇൻസെക്റ്റിന്റെ ബോഡി വാളിലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ക്യൂട്ടിക്കുലർ, എപ്പിഡെർമിസ്, മെംബ്രെയിൻ, ബേസ്മെന്റ് മെംബ്രെയിൻ എന്ന് അറിയപ്പെടും. ഇനി നമുക്ക് ആദ്യം പറയുമ്പോഴാണെങ്കിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരിക. ബോഡി സെഗ്മെന്റേഷൻ ഉണ്ട് അല്ലെ ഇൻസെക്റ്റിന്റെ. ആദ്യത്തെ ബോഡി സെഗ്മെന്റേഷൻ നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്നത് ഹെഡ് ആണ്. ഏതാണ്? ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ, അങ്ങനെ 3 ബോഡി എന്തുണ്ട് സെഗ്മെന്റേഷൻ നമ്മുടെ ആർക്കുണ്ട്? ഇൻസെക്റ്റിനുണ്ട്. അപ്പൊ ആദ്യത്തെ ഹെഡ്. ഹെഡിനെ പറ്റി പറയുകയാണെങ്കിൽ 6 സെഗ്മെന്റ് ഉണ്ട്. ഒരു ഇൻസെക്റ്റിന്റെ ഹെഡിൽ എത്ര സെഗ്മെന്റ് ഉണ്ട്? 6 സെഗ്മെന്റ് ഉണ്ട്. അതുമായിട്ട് അറ്റാച്ച് ചെയ്തത് 1 പെയർ ഓഫ് ആന്റിന കാണും. അപ്പൊ 6 സെഗ്മെന്റ് ഉണ്ട്, 1 പെയർ ഓഫ് ആന്റിന ഉണ്ട്. അതുപോലെ തന്നെ കോമ്പൗണ്ട് ഐസും സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഐസ് പ്രസന്റ് ആയിരിക്കും അല്ലെ. സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഐസ് പ്രസന്റ് ആയിരിക്കും. മൗത്ത് പാർട്സ് ഉണ്ടായിരിക്കും. അപ്പം നമ്മളിപ്പോൾ ഹെഡ് എടുത്തു, ഒരു ബോഡിയുടെ ഹെഡ്, ഇപ്പോൾ ഒരു കോക്രോച്ചിൻ്റെ ആണെങ്കിൽ നമ്മൾ ഹെഡ് നോക്കിക്കഴിഞ്ഞാൽ അതിന് 6 സെഗ്മെന്റ് കാണാം. അതുപോലെ തന്നെ അവയ്ക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് 1 പെയർ ഓഫ് ആന്റിന ഉണ്ട്. അതുപോലെ തന്നെ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഐസും കാണും. അതുപോലെ തന്നെ മൗത്ത് പാർട്സും അവിടെ പ്രസന്റ് ആയിരിക്കും ഹെഡിൽ. ഇനി പറയുകയാണെങ്കിൽ ഈ ഹെഡ് ഓഫ് ഇൻസെക്ട് 3 വേസ് നമുക്ക് പറയാൻ പറ്റും. ഹൈപ്പോനാന്തസ്, പ്രോനാന്തസ്, അതുപോലെ തന്നെ ഒപ്പിസ്റ്റോനാന്തസ്, അങ്ങനെ 3 ആയിട്ടാണ് അറിയപ്പെടുക ഇൻസെക്റ്റിന്റെ ഹെഡ്. അതായത് ഹൈപ്പോനാന്തസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ആക്സിസ് ആയിരിക്കും അല്ലേ. അവയുടെ ഹെഡ് ലോങ് ആക്സിസ് ഓഫ് ദി ഹെഡ് ഈസ് വെർട്ടിക്കൽ ആയിരിക്കും. ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദ ലോങ് ആക്സിസ് ഓഫ് ദി ഹെഡ് ഈസ് വെർട്ടിക്കൽ. അത് ഏത് ടൈപ്പിലുള്ള ഹെഡ് പാർട്ട് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈപ്പോനാന്തസ് ആയിരിക്കും. എന്താണ്? ഹൈപ്പോനാന്തസ്. അപ്പം എളുപ്പം ഓർത്തിരിക്കാനുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഗ്രാസ് ഹോപ്പർ, കോക്രോച്ച്, അവയ്ക്കൊക്കെ ഈ ഗ്രാസ് ഹോപ്പർ, കോക്രോച്ച് ഇവയ്ക്കൊക്കെ ഏത് ടൈപ്പിലുള്ള ഹെഡ് പാർട്ട് ആണെന്ന് നോക്കിക്കൊള്ളാം. ഹൈപ്പോനാന്തസ് എന്ന് പറയുന്ന ഒരു ഹെഡ് പാർട്ട് ആയിരിക്കും ഉള്ളത്. അത് എങ്ങനെയായിരിക്കും ഇരിക്കുന്നതെന്ന് വെച്ചാൽ ലോങ് ആക്സിസ് ആയിരിക്കും. അതുപോലെ ഹെഡ് ഈസ് വെർട്ടിക്കലും ആയിരിക്കും. എങ്ങനെ വെർട്ടിക്കലും ആയിരിക്കും. അതായത് റൈറ്റ് ആംഗിൾ ടു ദി ലോങ് ആക്സിസ് ഓഫ് ദി ബോഡി. മൗത്ത് പാർട്സ് പോയിന്റ് ഡൗൺവേർഡ്സ് ആയിരിക്കും. മൗത്ത് പാർട്ട് എപ്പോഴും ഡൗൺവേർഡ്സ് ആയിരിക്കും, ലോങ് ആക്സിസ് ആയിരിക്കും. അതുപോലെ തന്നെ ഹെഡ് ഈസ് വെർട്ടിക്കലും ആയിരിക്കും. ഇങ്ങനെയുള്ളതാണ് നമ്മൾ ഹൈപ്പോനാന്തസ് എന്ന് പറയുന്ന. എക്സാമ്പിൾ ആണ് ഗ്രാസ് ഹോപ്പറും കോക്രോച്ചും. അടുത്തെയാണ് പ്രോനാന്തസ്. എന്നാണ് പ്രോനാന്തസ്? അത് പറയുന്നത് ലോങ് ആക്സിസ് ഓഫ് ദി ഹെഡ്. ഇതിലേപോലെ തന്നെ ഇതിന് ലോങ് ആക്സിസ് ആയിരിക്കും. ഇവിടെ നമ്മൾ ഹൈപ്പോനാന്തസിൽ വെർട്ടിക്കൽ ആയിരുന്നെങ്കിൽ പ്രോനാന്തസ് വരുമ്പോൾ അവിടെ ഹോറിസോണ്ടൽ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഒരിക്കലും മറന്നു പോകരുത്. ഹൈപ്പോ വെർട്ടി ആയിരിക്കും, പ്രോ വരുന്ന ഹൊറിസോണ്ടലും ആയിരിക്കും ഓർത്തിരിക്കുക. ഹൈപ്പോ വെർട്ടിക്കൽ ആയിരിക്കും. അതുപോലെ തന്നെ പ്രോനാന്തസ് വരുമ്പോൾ ഹൊറിസോണ്ടലും ആയിരിക്കും ആലോചിച്ചിരിക്കുക. അതുപോലെ തന്നെ ഈ മറ്റേതിന്റെ മൗത്ത് പാർട്ട് ഡൗൺ ആയിരുന്നെങ്കിൽ ഇതിന്റെ മൗത്ത് പാർട്ട് വരുമ്പോൾ ഡയറക്റ്റഡ് ഫോർവേഡ്സ് ആയിരിക്കും. അതൊക്കെ മനസ്സിലോർത്തിരിക്കണം. ഹൈപ്പോനാന്തസ് വെർട്ടിക്കൽ ആണ്, അതുപോലെ മൗത്ത് പാർട്ട് എപ്പോഴും ഡൗൺ ആയിരിക്കും. പ്രോനാന്തസ് വരുമ്പോൾ അവ എപ്പോഴും ഹൊറിസോണ്ടൽ ആണ്, അതുപോലെ തന്നെ അവയുടെ മൗത്ത് പാർട്ട് എങ്ങനെയാണ് വരുന്നത്? ഫോർവേഡ് ആയിട്ട്, ഡയറക്റ്റ് ഫോർവേഡ് ആയിട്ട് ഈ മൗത്ത് പാർട്ട് വരുന്നത്. അതിന് എക്സാമ്പിൾ ആണ് സ്റ്റിക്ക് ഇൻസെക്ട്, സോൾജിയർ കാസ്റ്റ്,
സോൾജിയർ കാസ്റ്റ്, ടെർമൈറ്റ്സ്, ഇവയൊക്കെയാണ് പ്രോനാന്തസ് എക്സാമ്പിൾ വരിക. അപ്പം കഴിഞ്ഞ വട്ടം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഗ്രാസ് ഹോപ്പറിന്റെ കോക്രോച്ചിന്റെ ഹെഡ് ഏതാണെന്ന് വെച്ചാൽ ഹൈപ്പോനാന്തസ് ആണ്. ടെർമൈറ്റ്സ് നമ്മുടെ വീട്ടിലൊക്കെ ചിതലില്ലേ, അതിന്റെയൊക്കെ ടെർമൈറ്റ്സ് ആണ്. ടെർമൈറ്റ്സ് അതിന്റെയൊക്കെ ഹെഡ് വരുന്നത് ഏതാണെന്ന് വെച്ചാൽ പ്രോനാന്തസ് ആണ്. ഹൈപ്പോ ഓർത്തിരിക്കുക വെർട്ടിക്കൽ ആണെന്ന് ഓർത്തിരിക്കുക, മൗത്ത് പാർട്ട് ഡൗൺ ആണെന്ന് ഓർത്തിരിക്കുക. പ്രോ വരുമ്പോൾ അത് ഹൊറിസോണ്ടൽ ആണെന്ന് ഓർത്തിരിക്കുക. മൗത്ത് പാർട്ട് എങ്ങനെയായിരിക്കും? ഡയറക്റ്റഡ് ഫോർവേഡ് ആയിരിക്കും ഓർത്തിരിക്കുക. ഇനി അടുത്തെയാണ് ഒബ്സ്തോനാന്തസ് എന്ന് പറയുന്നത്. ഒബ്സ്തോനാന്തസ് ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹെഡ് ഈസ് റിഫ്ലെക്സ്ഡ് ആയിരിക്കും. ഹെഡ് എങ്ങനെ ആയിരിക്കും? ഭയങ്കര റിഫ്ലെക്സ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ വെൻട്രലി സോ ദ മൗത്ത് പാർട്സ് ആർ ഡയറക്റ്റഡ് ബാക്ക്വേർഡ് ബിറ്റ്വീൻ ദ കോസി ഓഫ് ദി ഫ്രണ്ട് ലെഗ്സ്. അതായത് ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ മൗത്ത് പാർട്ട് എങ്ങനെയാണ്? ഡയറക്റ്റഡ് ബാക്ക്വേർഡ്സ് ബിറ്റ്വീൻ ദ കോസി ഓഫ് ദി ഫ്രണ്ട് ലെഗ്. ഇതാണ് വരുന്നത് അല്ലേ. നമുക്ക് ഇതിന്റെ മൗത്ത് പാർട്ട് എങ്ങനെയാണ്? ഡയറക്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ കോസയ്ക്കും ഫ്രണ്ട് ലെഗിനും ബിറ്റ്വീൻ ആയിട്ടും ആയിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് റെഡ് കോട്ടൺ ബഗ്. ഇതൊരു ഇമ്പോർട്ടന്റ് ഭാഗമാണ്. ഇത് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ മൗത്ത് പാർട്ട് കോസയ്ക്കും ഫ്രണ്ട് ലെഗ്സിനും ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒപ്പിസ്തോനാന്തസ് ആണ്. എന്താണ്? ഒപ്പിസ്തോനാന്തസ് ആണ്. എക്സാമ്പിൾ ആണ് റെഡ് കോട്ടൺ ബഗ്. ഈ അടുത്ത് നമ്മൾ പറഞ്ഞത് തൊറാക്സിലേക്ക് കടക്കാം അല്ലേ. ഇപ്പൊ നമ്മൾ ഏത് കഴിഞ്ഞു? ഹെഡ് കഴിഞ്ഞു. ഇനി നമുക്ക് തൊറാക്സിലേക്ക് കടക്കാം. ഈ തൊറാക്സിന് ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് തൊറാക്സ് ആണ്. ഈ തൊറാക്സിന് വേണ്ടിയിട്ട് 3 സെഗ്മെന്റ് ആണ് ഉള്ളത് അല്ലേ. ഏതൊക്കെയാണ്? പ്രോ തൊറാക്സ്, മീസോമെറ്റ, പ്രോ മീസോമെറ്റ. ഇങ്ങനെ ഓർത്തിരിക്കുക, പ്രോ മീസോമെറ്റ. അപ്പൊ തൊറാക്സ് എത്ര സെഗ്മെന്റ് ഉണ്ട്? 3 സെഗ്മെന്റ് ഉണ്ട്. ഏതൊക്കെയാണ്? പ്രോ മീസോമെറ്റ, പ്രോ തൊറാക്സ്, മീസോതൊറാക്സ്, മെറ്റതൊറാക്സ്. പ്രോതൊറാക്സിനെ സംബന്ധിച്ച് 1 പെയർ ഓഫ് ലെഗ് ആണ് ഉള്ളത്. പ്രോതൊറാക്സിൽ എത്ര ലെഗ് ഉണ്ട്? 1 പെയർ ഓഫ് ലെഗ്, 2 ലെഗ് അല്ലേ. 1 പെയർ ഓഫ് 2 ലെഗ്സ് ഉണ്ട്. മീസോതൊറാക്സിലേക്ക് വരുമ്പോൾ അവിടെ 1 പെയർ ലെഗും ഉണ്ട്, അതുപോലെ 1 പെയർ ഓഫ് വിങ്ങും ഉണ്ട്. അപ്പൊ എത്ര ഉണ്ട്? ലെഗും വിങ്ങും ഓരോ പെയർ വെച്ചുള്ളത് മീസോതൊറാക്സും, അതുപോലെ തന്നെ മെറ്റാതൊറാക്സിനും 1 പെയർ ഓഫ് ലെഗും 1 പെയർ ഓഫ് വിങ്സും ഉണ്ട്. അപ്പം ലെഗ് മാത്രം ഉള്ളത് പ്രോതൊറാക്സും. മീസോതൊറാക്സിനും മെറ്റതൊറാക്സിനും എന്തുണ്ട്? 1 പെയർ ലെഗും ഉണ്ട്, അതുപോലെ തന്നെ 1 പെയർ വിങ്ങും ഉണ്ട്. ഓക്കെ. ഇനി അടുത്ത അബ്ഡോമന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ 9 മുതൽ 11 സെഗ്മെന്റ്സ് ഉണ്ട്. അബ്ഡോമൻ എത്ര ഉണ്ട്? അബ്ഡോമൻ എന്ന് പറഞ്ഞാൽ ശരീരം, ആ ഒരു ഭാഗമാണ് അബ്ഡോമൻ അല്ലേ. അടുത്ത അബ്ഡോമന്റെ കേസിൽ പറയുകയാണെങ്കിൽ അബ്ഡോമന് 9 മുതൽ 11 സെഗ്മെന്റ് ആയിട്ട് നമ്മുടെ അബ്ഡോമന്, ഒരു ഇൻസെക്റ്റിന്റെ അബ്ഡോമനെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കടക്കാം ഇൻസെക്റ്റിന്റെ മൗത്ത് പാർട്സിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം, നമുക്കുള്ളതുപോലെ തന്നെ ഇൻസെക്റ്റിനും മൗത്ത് പാർട്ട് ഉണ്ട്. നമുക്കുള്ളതുപോലെ മാക്സിലെ, മാൻഡ്രി, ലേബ്രോ, ലേബിയോ ഒക്കെ ആർക്കും ഉണ്ട്? ഇൻസെക്റ്റിനുണ്ട്. അപ്പൊ നമ്മൾ എന്തിനാണ് ഓരോന്നും ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ. മാക്സില്ല. എന്താണ്? മാക്സില്ല. മാക്സില്ല എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഫുഡ് മെറ്റീരിയൽസിനെ കട്ട് ചെയ്യാനാണ് ഈ ഒരു മൗത്ത് പാർട്ട് കൊണ്ട് യൂസ് ചെയ്യുന്നത്. എന്തിനാണ്? ഫുഡ് മെറ്റീരിയൽസിനെ കട്ട് ചെയ്യാന്. അപ്പൊ മാക്സില്ല എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫുഡ് മെറ്റീരിയൽസിനെ കട്ട് ചെയ്യാന്. മാൻഡിബിളോ? ക്രഷ് ചെയ്യാനല്ലേ. ക്രഷ് ചെയ്യാൻ, ഫുഡ് മെറ്റീരിയൽസിനെ ക്രഷ് ചെയ്യാൻ, ചതയ്ക്കാനല്ലേ. അപ്പൊ മാൻഡിബിള് ക്രഷിങ്ങിന്, മാക്സില്ല കട്ടിന്. അടുത്ത് ലേബിയം വരുമ്പോഴോ, ലേബിയം ഒരു ലോവർ ലിപ്പായിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ലേബിയം എന്താണ് ആക്ട് ചെയ്യുന്നത്? ഇൻസെക്റ്റിന്റെ ലോവർ ലിപ്പായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ലേബ്രം എന്ന് ഓർത്തിരിക്കുമ്പോൾ അപ്പർ ലിപ്പായിട്ടും ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. ലേബിയും ലേബ്രവും ആണ് ഫുഡ് മെറ്റീരിയൽസിനെ, നമുക്ക് മേൽചുണ്ടും താഴ്ചുണ്ടും ഉള്ളതുപോലെ തന്നെ ഇൻസെക്റ്റിന് മേൽചുണ്ടും താഴ്ചുണ്ടുണ്ട്. അപ്പം ഇൻസെക്റ്റിനെ താഴ്ചുണ്ടിനെ ലേബിയം എന്നും മേൽചുണ്ടിനെ ലേബ്രോ എന്ന് പറഞ്ഞു. ഇതുവഴിയാണ് ഫുഡ് മൗത്തിലേക്ക് കടക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത ഹൈപ്പോഫാരിങ്സ്. ടങ്, അതായത് ഇൻസെക്റ്റിനെ ടങ് ആയിട്ട് ആക്ട് ചെയ്യുന്നവനെയാണ് നമ്മൾ ഹൈപ്പോഫാരിങ്സ് എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്തിട്ട് മിക്സസ് ക്രഷ് ആൻഡ് കട്ട് ഫുഡ് മെറ്റീരിയൽസ്. ഇതാണ് ഫുഡ് മെറ്റീരിയൽസിനെ ക്രഷ് ചെയ്യാനും അതുപോലെ തന്നെ കട്ട് ചെയ്യാനും സഹായിക്കുന്നത്. അപ്പം ഇത് മറക്കരുത്. മൗത്ത് പാർട്ട് ഓഫ് ഇൻസെക്റ്റ് മാക്സില്ല. മാക്സില്ല എന്തിനാ യൂസ് ചെയ്യുന്നത്? കട്ട് ചെയ്യാന്. മാൻഡിബിൾ ക്രഷ് ചെയ്യാന്. ലേബ്രം അപ്പർ ലിപ്പായിട്ടും ലേബിയം ഡൗൺ ലിപ്പായിട്ടും ലോവർ ലിപ്പായിട്ടും ഹൈപ്പോഫാരിങ്സ് ടങ് ആയിട്ടുമാണ് വർക്ക് ചെയ്തത്. ഹൈപ്പോഫാരിങ്സ് ആണ് ക്രഷ്ഡ് ആൻഡ് ഫുഡ് മെറ്റീരിയൽസിനെ മിക്സ് ചെയ്യുന്നത്. ഓക്കെ. ഈ അടുത്ത വരുമ്പോൾ നമുക്ക് കുറച്ച് മൗത്ത് പാർട്ടുകൾ, അതിന് ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് ഇൻസെക്റ്റിന്റെ മൗത്ത് പാർട്സ്. അപ്പൊ ആദ്യം പറഞ്ഞ് പിയേഴ്സിംഗ് ആൻഡ് സക്കിംഗ് ടൈപ്പ്. പിയേഴ്സിംഗ്
സക്കിംഗ് ടൈപ്പ് എക്സാമ്പിൾ കേൾക്കുന്നത് മോസ്കിറ്റോ. മോസ്കിറ്റോ നമ്മുടെ ശരീരത്തിൽ കുത്തിക്കഴിഞ്ഞാൽ കുത്തി അതിനെ പിന്നെ വലിച്ചെടുക്കുകയല്ലേ, കുത്തി വലിച്ചെടുക്കുന്നത് പിയേഴ്സ് ചെയ്ത് സക്ക് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്കിറ്റോസ് എക്സാമ്പിൾ ആണ്. പിന്നെ എഫിഡ്, ബഗ്, ലീഫ് ഹോപ്പർ, അതുപോലെ തന്നെ പ്ലാന്റ് ഹോപ്പർ. ഇത്രയും ഇൻസെക്റ്റിന്റെ മൗത്ത് പാർട്ട് എങ്ങനെയാണ്? പിയേഴ്സിങ് ആൻഡ് സക്കിംഗ് ടൈപ്പ് ആയിരിക്കും, കുത്തി വലിച്ചെടുക്കുന്ന ഒരു ടൈപ്പ് ആയിരിക്കും അല്ലേ. അപ്പൊ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് മോസ്കിറ്റോ, എഫിഡ്, ബഗ്, ലീഫ് ഹോപ്പർ, പ്ലാന്റ് ഹോപ്പറും ഒക്കെ. എക്സെപ്റ്റ് ഗ്രാസ് ഹോപ്പർ, ജാസിഡ്സും ത്രിപ്സും എല്ലാം തന്നെ ഏതിൽ വരുന്നതാണ്? പിയേഴ്സിങ് ആൻഡ് സക്കിംഗ് ടൈപ്പ് മൗത്ത് പാർട്ട് ആയിരിക്കും. ഇനി അടുത്ത സ്പോഞ്ചിങ് ടൈപ്പ്. സ്പോഞ്ചിങ് വെച്ച് നമുക്കറിയാം, നമ്മളൊരു സ്പോഞ്ച് വെച്ചിട്ട് വെള്ളം ഇങ്ങനെ വലിച്ചെടുക്കും അല്ലേ. ഹൗസ് ഫ്ലൈസ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കണ്ണീച്ച ഉണ്ടല്ലോ, അവയുടെ എല്ലാം ഹൗസ് ഫ്ലൈസിന്റെ എല്ലാം മൗത്ത് പാർട്ട് എങ്ങനെയായിരിക്കും? സ്പോഞ്ചിങ് ടൈപ്പ് ആയിരിക്കും അല്ലേ. അടുത്ത സിഫോണിങ് ടൈപ്പ്. സിഫോണിങ് ടൈപ്പ് വെച്ച് വലിച്ചെടുക്കുന്നത് ബട്ടർഫ്ലൈസ്, മോത്ത്, അവരുടെയൊക്കെ ബീസ്, ബീ അങ്ങനെയൊക്കെ ഉള്ളത്, വണ്ടുകള്, ശലഭങ്ങള്, അതുപോലെ തന്നെ എന്താണ് മോത്തുകള്, അങ്ങനെയൊക്കെ ഉള്ളവരുടെ എല്ലാം മൗത്ത് പാർട്ട് എങ്ങനെയായിരിക്കും? സിഫോണിങ് ടൈപ്പ് ആയിരിക്കും, വലിച്ചെടുക്കുന്ന ഒരു ടൈപ്പിംഗ് ആയിരിക്കും അല്ലേ. അടുത്ത റാസ്പിംഗ് ആൻഡ് ലാപ്പിംഗ്. ഹണീബിയുടെ മൗത്ത് പാർട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് സ്ഥിരം ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ഹണീബിയുടെ, ബട്ടർഫ്ലൈയുടെ, മോസ്കിറ്റോയുടെ, ഇതിന്റെ മൂന്നിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഹണീബിയുടെ റാസ്പിംഗ് ആൻഡ് ലാപ്പിംഗ് ടൈപ്പ് ആയിരിക്കും ഓർത്തിരിക്കുക. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് പിയേഴ്സിംഗ് ആൻഡ് സക്കിംഗ് ടൈപ്പ് മോസ്കിറ്റോ, ബഗ്, അതുപോലെ തന്നെ എഫിഡ്, ത്രിപ്സ്, പിന്നെ ലീഫ് ഹോപ്പർ, അങ്ങനെ വരുന്ന എല്ലാം വരും. സ്പോഞ്ചിങ് ടൈപ്പ് ഹൗസ് ഫ്ലൈയുടെ മാത്രമായിരിക്കും സ്പോഞ്ചിങ് ടൈപ്പ് വരുന്നത്. സിഫോണിക് ടൈപ്പ് വലിച്ചെടുക്കുന്ന ആരൊക്കെയാണ്? നമ്മുടെ ബട്ടർഫ്ലൈ, പൂവിൽ നിന്ന് വലിച്ചെടുക്കേണ്ട തേന്, പിന്നെ മോത്ത്, പിന്നെ വരുന്നതാണ് ബീയർ. പിന്നെ റാസ്പിംഗ് ആൻഡ് ലാപ്പിംഗ് ടൈപ്പ് ഏതിന്റെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണീബിയുടെ റാസ്പിംഗ് ആൻഡ് ലാപ്പിംഗ് ടൈപ്പ്. ഇനി അടുത്ത് വരുന്നതാണ് ചൂയിങ് ആൻഡ് ബിറ്റിംഗ് ആൻഡ് കട്ടിങ്. ചവയ്ക്കുകയും ചെയ്യും, ബിറ്റും ചെയ്യും, അതുപോലെ തന്നെ നമ്മൾ കട്ടും ചെയ്യും. അത് ഗ്രാസ് ഹോപ്പറിനും ലോക്കസ്റ്റ്, അതുപോലെ ക്രിക്കറ്റ്, ബീറ്റിൽസ്, ബീബിൾസ്, ഇവയുടെ ഒക്കെ മൗത്ത് പാർട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ്? ചൂയിങ്ങും ചെയ്യും, ബിറ്റിങ്ങും ചെയ്യും, കട്ടിങ്ങും ചെയ്യും അല്ലേ. അപ്പൊ ഈ മൗത്ത് പാർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ടൈപ്പ് ഓഫ് മൗത്ത് പാർട്സ്. ഒന്നാമത്തെയാണ് പിയേഴ്സിംഗ് ആൻഡ് സക്കിംഗ് ടൈപ്പ് അല്ലേ. പിയേഴ്സിംഗ് ആൻഡ് സക്കിംഗ് ടൈപ്പ് ഭയങ്കര ഓർത്തിരിക്കേണ്ട എക്സാം ആണ് മോസ്കിറ്റോ. അതുപോലെ എഫിഡും, ബഗും, ജാസിഡ്സും, ത്രിപ്സും, പ്ലാന്റ് ഹോപ്പേഴ്സും എല്ലാം വരും. അടുത്ത സ്പോഞ്ചിങ് ടൈപ്പ് ഏതാണ്? ഹൗസ് ഫ്ലൈയുടെ അല്ലേ. ഹൗസ് ഫ്ലൈയുടെ എപ്പോഴും സ്പോഞ്ചിങ് ടൈപ്പ് ആയിരിക്കും. അടുത്ത സിഫോണിക് ടൈപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ബട്ടർഫ്ലൈസിന്റെ, മോത്തിന്റെ, അതുപോലെ ബീയുടെ എല്ലാം എങ്ങനെയായിരിക്കും? സിഫോണിക് ടൈപ്പ് ആയിരിക്കും. റാസ്പിംഗ് ആൻഡ് ലാപ്പിംഗ് ടൈപ്പ് ആരുടെയാണ്? ഹണീബിയുടെ. അടുത്തത് ചൂയിങ്ങും ബിറ്റിങ്ങും കട്ടിങ്. ചൂയും ഒന്നും നമുക്ക് ചവയ്ക്കും, അല്ലെങ്കിൽ ബിറ്റ് ചെയ്യും, പൊട്ടിക്കും, അല്ലെങ്കിൽ കട്ട് ചെയ്യും. അങ്ങനത്തെ മൗത്ത് പാർട്ട് ഏതായാലും ഗ്രാസ് ഹോപ്പറിന്റെ, അതുപോലെ ലോക്കസ്റ്റ്, ക്രിക്കറ്റ്, വീവിൾസ്, ബീറ്റിൽസ്, അതുപോലെ ലാർവ, ഓരോന്നിന്റെയൊക്കെ ലാർവയില്ലേ, അതൊക്കെ ഏത് ടൈപ്പുള്ള മൗത്ത് പാർട്ട് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂയിങ്, ബിറ്റിങ്, കട്ടിങ്, ആ ടൈപ്പിലുള്ള മൗത്ത് പാർട്ട് ആയിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ ഹെഡും അതുപോലെ തന്നെ മൗത്ത് പാർട്ടും കവർ ചെയ്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആന്റിനെയും ലെഗും കവർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇൻസെക്റ്റിന്റെ മൗത്ത് പാർട്സ്. അത് മറക്കരുതാരും. മൗത്ത് പാർട്ടും അതിൽ ഏതൊക്കെ ഇൻസെക്റ്റ് ആണെന്നും ഓരോ മൗത്ത് പാർട്ടിലും ഏതൊക്കെ ഇൻസെക്റ്റുകളാണ്, ഏതിൻ്റെയൊക്കെ ഇൻസെക്റ്റുകൾക്ക് ഏതിൻ്റെയൊക്കെ മൗത്ത് പാർട്ട് ആണെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇത് എക്സാമിന് എല്ലാ വട്ടവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ചെറിയൊരു സെക്ഷനിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ കോഴ്സിന്റെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. കൂടുതൽ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്